friends, welcome to my channel Civil Tips and Tricks. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റി സെക്ടർ ഗ്രേഡ് 1 റൂറൽ എഞ്ചിനീയറിംഗ് എക്സാം കേരള PSC നല്ല യൂസ്ഫുൾ ആയിരിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓക്കെ, അതിൻ്റെ അടുത്ത പാർട്ടാണ് ഞാൻ എടുക്കുന്നത്, പാർട്ട് 9. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് വന്നിട്ട് റേഡിയേഷനെ പറ്റിയാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു റേഡിയേഷനെ പറ്റി ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ നോക്കിയായിരുന്നു. നമ്മുടെ സണ്ണിൽ നിന്ന് നമ്മുടെ എർത്തിലോട്ട് വന്നിട്ട് റേസ് എങ്ങനെയാണ് എത്തുന്നത്? റേഡിയേഷൻ വഴിയാണ് റേസ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തെർമൽ റേഡിയേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ is the emission of electromagnetic wave from all matter that is temperature greater than absolute zero. Okay, അത് emission of electromagnetic waves ആയിരിക്കും. വേവ്സ് വഴിയായിരിക്കും എമിഷൻ റേഡിയേഷൻ നടക്കുന്നത്. ഓക്കെ, ഓൾ മാനർ, എല്ലാ മാനറിലും ദാറ്റ് ഹാസ് ടെമ്പറേച്ചർ ഗ്രേറ്റർ ആബ്സല്യൂട്ട് സീറോനേക്കാളും ടെമ്പറേച്ചർ ഗ്രേറ്റർ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എല്ലാ മാറ്ററിലും പാസ് ചെയ്യും. അതാണ് പറയുന്നത് തെർമൽ റേഡിയേഷൻ. ഓക്കെ, ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് റേഞ്ചസ് ഫ്രം 0.1 to 100 മൈക്രോമീറ്റർ. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ റേഞ്ച് എത്രയായിരിക്കും? 0.1 to 100 മൈക്രോമീറ്റർ. ബ്ലാക്ക് ബോഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ടൈപ്പ് ഓഫ് വേവ് ഓർ തെർമൽ വേവ് ഓർ റേഡിയേഷൻ ആർ നോൺ ആസ് ബ്ലാക്ക് ബോഡി. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഓഫ് റേഡിയേഷൻ വന്നിട്ട് ബ്ലാക്ക് ബോഡി അബ്സോർബ് ചെയ്യും. ഓക്കെ, എല്ലാ ടൈപ്പ് ഓഫ് വേവ്സ്, തെർമൽ വേവ്സ് എല്ലാം അത് അബ്സോർബ് ചെയ്യും. ഓക്കെ, ബ്ലാക്ക് ബോഡി ഈസ് ആൻ ഒബ്ജെക്ട് ദാറ്റ് അബ്സോർബ് ഓൾ ഹീറ്റ് എനർജി റീച്ചിങ് its surface from all direction. The wavelength is non-reflective type body. Okay, it is an opaque object. Okay, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ബോഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാ ഹീറ്റ് എനർജിയും അബ്സോർബ് ചെയ്യും, റേഡിയൻറ്റ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. ഓക്കെ, പക്ഷേ അതിന് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ബ്ലാക്ക് ബോഡി ഇസ് എ പെർഫെക്റ്റ് അബ്സോർബർ ആൻഡ് എ പെർഫെക്റ്റ് എമിറ്റർ. ഓക്കെ, ബ്ലാക്ക് ബോഡി പെർഫെക്റ്റ് അബ്സോർബർ ആയിരിക്കും, പെർഫെക്റ്റ് എമിറ്റർ ആയിരിക്കും. ഓക്കെ, തെർമൽ റേഡിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി, നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്, നേച്ചർ ഓഫ് വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹീറ്റ്. ഓക്കെ, ഹീറ്റിൻ്റെ ആ ഒരു അളവിനാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്, പിന്നെ the wavelength of radiation. Okay, white body എന്താണെന്ന് വെച്ചാൽ if all incident radiation falling on a body are reflected, എല്ലാ ഇൻസിഡൻറ്റ് റേയും, ഓക്കെ, ഒറ്റ ഇൻസിഡൻറ്റ് റേ പോലും വൈറ്റ് ബോഡി അബ്സോർബ് ചെയ്യത്തില്ല, അതെല്ലാം കൂടി റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സോ അതിന് പറയുന്നതാണ് വൈറ്റ് ബോഡി. ഓക്കെ, ഇറ്റ് ഈസ് എ റിഫ്ലക്റ്റീവ് ബോഡി ആൻഡ് ഇറ്റ് ഈസ് എൻ ഒപ്പേക്ക് ബോഡി. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഐഡിയൽ റിഫ്ലക്റ്റർ. ഓക്കെ, വൈറ്റ് ബോഡി. ഇൻ പ്രാക്ടിക്കൽ ഓപ്ഷൻ ഗ്രേ ബോഡി. പ്രാക്ടിക്കലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രേ ബോഡി എന്ന് പറയാം, പക്ഷേ ഐഡിയലായിട്ട് പറയുന്നത് വൈറ്റ് ബോഡിയാണ്. ഓക്കെ, വൈറ്റ് ബോഡി എന്നൊരു സംഭവം ഇല്ല, അപ്പം നമ്മൾ ഗ്രേ ബോഡി ആയിട്ടായിരിക്കും പറയുന്നത്. അതാ പറയുന്നത് ഐഡിയൽ പ്രാക്ടിക്കൽ ഓപ്ഷൻ ഗ്രേ ബോഡി എന്നാണ് പറയുന്നത്. പക്ഷേ ഗ്രേ ബോഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ ബോഡി ഈസ് എ നോൺ ഐഡിയൽ എമിറ്റർ ഓഫ് ഇംപെർഫെക്റ്റ് റേഡിയേറ്റർ. ഓക്കെ, ഇറ്റ് അബ്സർബ്സ് സം എനർജി, ഇറ്റ് റിസീവ്സ്, it can reflect some energy of it, it can emit some energy and it absorbs. It is an opaque object. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ ബോഡി വൈറ്റ് ബോഡിയുടെ ഫംഗ്ഷനും ചെയ്യും, ബ്ലാക്ക് ബോഡിയുടെ ഫംഗ്ഷനും ചെയ്യും, പക്ഷെ കുറച്ച് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഗ്രേ ബോഡി വന്നിട്ട് നോൺ ഐഡിയൽ എമിറ്റർ ആയിരിക്കും ആൻഡ് ഇംപെർഫെക്റ്റ് റേഡിയേറ്റർ ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറ്റ് ഫുള്ളായിട്ട് ചെയ്യത്തില്ല, അതുപോലെ തന്നെ ഫുള്ളായിട്ട് റേഡിയേറ്റും ചെയ്യത്തില്ല. ഓക്കെ, it can absorb some energy it receives. Okay, ഗ്രേ ബോഡി വന്നിട്ട് എനർജി അബ്സോർബ് ചെയ്യും, പിന്നെ അത് വന്നിട്ട് റിഫ്ലക്റ്റും ചെയ്യും. ഓക്കെ, ഗ്രേ ബോഡി. ഓക്കെ, ഇറ്റ് ക്യാൻ എമിറ്റ് സം എനർജി ആൻഡ് ഇറ്റ് അബ്സോർബ്സ്. ഓക്കെ, ഇറ്റ് ക്യാൻ എമിറ്റ് സം എനർജി ആൻഡ് ഇറ്റ് അബ്സോർബ്സ്. കുറച്ച് എനർജി അത് അബ്സോർബ് ചെയ്യും, പിന്നെ അതൊരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആയിരിക്കും.
അബ്സോർപ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ക്യാപിറ്റൽ എ ബൈ ആർ. അപ്പം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബോഡി വന്ന് അബ്സോർബ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിക്ക് പറയുന്നത് എ. ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിസിബിലിറ്റി, എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന എനർജി വന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന റേഡിയേഷൻ എന്നാണ് പറയുന്നത് ആർ. ആർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്റ്റീവ്. ടോട്ടൽ എത്രയാണ്? ആർ ഈക്വൽ ടു ടി പ്ലസ് എ പ്ലസ് ആർ ഇ. എത്ര നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്നോ അത്രയും ടി എയും ആർ ഇയും സമ്മായിരിക്കും. ഓക്കെ, therefore absorptivity is equal to A by R equal to A. It is a fraction incident radiation absorbed. Reflectivity R എന്നിട്ട് it is a fraction incident radiation reflected. Okay, absorptivity എന്താണ്? fraction incident radiation absorbed. പക്ഷേ ഇത് fraction incident radiation reflected ആയിരിക്കും. ഓക്കെ, reflected R E divided by R equal to R. ഓക്കെ, മറ്റേ എ ക്യാപിറ്റൽ എ ഓർത്ത് വയ്ക്കുക. അബ്സോർപ്റ്റിവിറ്റി ക്യാപിറ്റൽ എ ഓർത്ത് വയ്ക്കുക, സ്മോൾ എ ഓർത്ത് വയ്ക്കുക. അതിൽ എ ആയതുകൊണ്ട് ഇതുപോലെ തന്നെ ആർ ഇ നമ്മൾ എങ്ങനെ ഓർത്ത് ആർ ഇ എന്ന് ഓർത്ത് വയ്ക്കുക. റിഫ്ലക്റ്റിവിറ്റിയിൽ ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ഓർത്ത് വയ്ക്കുക, ആർ. ഓക്കെ, സ്മോൾ ആർ ഈക്വൽ ടു ട്രാൻസ്പെറൻസി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ട്രാൻസ്മിറ്റഡ്. ഓക്കെ, നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഓർത്ത് വെച്ചാൽ മതി. അവിടെ ലൈറ്റ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ പാസ് ചെയ്ത് മീൻസ് ടോർച്ച് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഓൺ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ടോർച്ച് കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ്. ഓക്കെ, സോ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ട്രാൻസ്മിറ്റഡ്. ഓക്കെ, ടി ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു സ്മോൾ ടി. ഓക്കെ, for a black body R equal to A. Okay, therefore A equal to 1. black bodyക്ക് A absorptivity A equal to 1 ആയിരിക്കും. പക്ഷേ വൈറ്റ് ബോഡിക്ക് റിഫ്ലക്റ്റിവിറ്റി വിൽ ബി 1. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് അബ്സോർപ്റ്റിവിറ്റി കാണത്തില്ല, ട്രാൻസ്പെറൻസി കാണത്തില്ല. ഓക്കെ, സോ ആർ ഈക്വൽ ടു ആർ ഈക്വൽ ടു ആർ ഈക്വൽ ടു 1 എന്ന് വരും. In grey body, reflectivity and absorptivity is equal to 1. Okay, ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റിവിറ്റിയും കാണും അബ്സോർപ്റ്റിവിറ്റിയും കാണും. സോ എ പ്ലസ് ആർ ഈക്വൽ ടു 1. therefore ആർ ഈക്വൽ ടു എ പ്ലസ് ആർ ഇ എന്ന് വരും. സോ ടി ഈക്വൽ ടു 0 വരും ഗ്രേ ബോഡി. ഓക്കെ, എമിസീവ് പവർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ബോഡി പെർ യൂണിറ്റ് ഏരിയ ആൻഡ് ടൈപ്പ്. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ബോഡി, ഒരു ബോഡിയിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ പെർ യൂണിറ്റ് ഏരിയ, അതിൻ്റെ മീൻസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓർത്ത് വയ്ക്കുക. യൂണിറ്റ് മീറ്റർ പെർ യൂണിറ്റ് മീറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 ഓർത്ത് വെച്ചാൽ മതി. 1 മീറ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ അതിൻ്റെ 1 ഏരിയ, ഓക്കെ, 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ആൻഡ് ടൈമിൽ ആ ഒരു ഏരിയയിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അതിന് പറയുന്നതാണ് എമിസീവ് പവർ. ഓക്കെ, എമിസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഓഫ് എ ബോഡി ടു റേഡിയേറ്റ് ഹീറ്റ്. ഓക്കെ, ഒരു സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ ആ ഒരു ബോഡിക്ക് ആ ബോഡിയുടെ സർഫേസിൽ നിന്ന് ഹീറ്റ് റേഡിയേറ്റ് ചെയ്യും. അതിന് പറയുന്നതാണ് എമിസിവിറ്റി. ഓക്കെ, ബ്ലാക്ക് ബോഡിയുടെ എമിസിവിറ്റി വന്നിട്ട് 1% ആയിരിക്കും. വൈറ്റ് ബോഡിയുടെ എമിസിവിറ്റി വന്നിട്ട് 0% ആയിരിക്കും. ഗ്രേ ബോഡിയുടെ എമിസിവിറ്റി വന്നിട്ട് 0 to 1% ആയിരിക്കും. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് ഉണ്ട്. Emissivity can be defined as the ratio of emissive power of any body. The emissive power of black body is equal to temperature. Okay, emissivity is defined as the ratio of emissive power of any body to the emissive power of black body of equal temperature. Therefore E equal to E അല്ലെങ്കിൽ epsilon equal to emissive power of a particular body divided by emissive power of black body. Okay, epsilon വന്നിട്ട് എമിസിവിറ്റി ആണ്. അപ്പോൾ എമിസിവിറ്റിയുടെ റേഷ്യോ ആണ് എമിസീവ് പവർ ഓഫ് പർട്ടിക്കുലർ ബോഡി. ഇപ്പോൾ വൈറ്റ് ബോഡി ആണെങ്കിൽ വൈറ്റ് ബോഡി ഒരു പർട്ടിക്കുലർ വൈറ്റ് ബോഡി ഡിവൈഡ് ബൈ എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി, അല്ലെങ്കിൽ ഗ്രേ ബോഡി ഡിവൈഡ് ബൈ എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി. അതിനാണ് എമിസിവിറ്റി അല്ലെങ്കിൽ എപ്സിലോൺ കണ്ടുപിടിക്കുന്നത്. സ്റ്റീഫൻ ബ്ലോട്ട്സ്മാൻസ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീഫൻ ബ്ലോട്ട്സ്മാൻസ് ലോ ഡിസ്ക്രൈബ്സ് ദാറ്റ് the power radiated from a black body in terms of temperature. Okay,
ബ്ലാക്ക് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻ പവർ ഓഫ് റേഡിയേഷൻ അത് വന്ന് ടെമ്പറേച്ചറുടെ ടേംസിൽ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, Q equal to directly proportional to T power 4, temperature power 4. Okay, so Q equal to sigma into T power 4. Sigma വന്നിട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, so Q equal to A into sigma into T power 4. A വന്നിട്ട് സർഫസ് ഏരിയ ആണ്. ഓക്കെ, ടോട്ടൽ സർഫസ് ഏരിയ. Qൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. ഓക്കെ, സിഗ്മ A T power 4 is black body equation. Okay, sigma A T power 4 വന്നിട്ട് black body equation ആണ്. Okay, Wales displacement law states that black body radiation curve for different temperature will peak at different wavelength at that they are inversely proportional temperature. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതോറും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് മീൻസ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ഓരോ ടെമ്പറേച്ചറും പൊക്കോണ്ടിരിക്കുന്നതോറും നമ്മുടെ വേവ് ലെങ്ത് പീക്കാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം വാല്യൂത്തിലോട്ട് എത്തിയിട്ട് താഴ്ന്നു പോകും. ഓക്കെ, സോ ദ വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, ലാംഡ മാക്സ് ടി ഈക്വൽ ടു സി. ഓക്കെ, ലാംഡ മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വേവ് ലെങ്ത്. ഓക്കെ, സി വന്നിട്ട് 2900 മൈക്രോമീറ്റർ കെൽവിൻ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഡയഗ്രാമിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും തോറും വേവ് ലെങ്ത് നല്ല പീക്കായി മാറും. ഓക്കെ, therefore ലാംഡ മാക്സ് ടി ഈക്വൽ ടു സി ആയിരിക്കും. ഓക്കെ, ടി വന്നിട്ട് സിൻ്റെ താഴെ വരുമ്പം ലാംഡ മാക്സ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ ടി. സിൻ്റെ ഡിനോമിനേറ്റർ ആവും. ലാംഡ മാക്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/t. അതാണ് വേവ് ലെങ്ത് മാക്സിമം വന്നിട്ട് ടെമ്പറേച്ചറുടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇറേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഓൺ എ സർഫേസ് ഫ്രം ഓൾ ദ ഡയറക്ഷൻ പെർ യൂണിറ്റ് ഏരിയ. ടോട്ടൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഓൺ എ സർഫേസ് ഫ്രം ഓൾ ഡയറക്ഷൻ പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, ഒരു ഇൻസിഡൻറ്റ് റേഡിയേഷന് ഓൺ എ സർഫേസ്, ഒരു സർഫേസിൽ ഒരു ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഫ്രം ഓൾ ദ ഡയറക്ഷൻ പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ എല്ലാ ഡയറക്ഷനിൽ നിന്നും ഇൻസിഡൻറ്റ് റേഡിയേഷൻ നടക്കും. അതിന് പറയുന്നതാണ് ഇറേഡിയേഷൻ. ഓക്കെ, ഇറേഡിയേഷൻ. പിന്നെ റേഡിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു റെഫേഴ്സ് ടു ഓൾ റേഡിയൻറ്റ് എനർജി ലീവിങ് ഓൺ എ സർഫേസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. റെഫേഴ്സ് ടു ഓൾ റേഡിയൻറ്റ് എനർജി ലീവിങ് എ സർഫേസ്. ഓക്കെ, ഒരു സർഫേസിൽ നിന്ന് റേഡിയൻറ്റ് എനർജി ലീവ് ചെയ്യുമ്പം പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് 1 യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമിൽ ആ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് റേഡിയേഷൻ നടക്കുന്നു. അതിന് പറയുന്നതാണ് റേഡിയോസിറ്റി ജെ. എമിസീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് നമ്മൾ റേഡിയേഷൻ ക്ലാസ്സിൽ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, പിന്നെ ഗിയേഴ്സിനെ പറ്റി. രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് ഡിസ്കസ് ചെയ്യും. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. Thank you and all the best for your exams.